ഹലോ മൈഡിയേഴ്സ്. അപ്പോൾ നമ്മളെല്ലാം ഓൾ മെഡിക്കൽ ഷോപ്പിനെയും അതുപോലെ തന്നെ ഫാർമസിസ്റ്റുകളെയും ഫാർമസി അസിസ്റ്റൻറ്റുകളെയും ഒക്കെ കംപ്ലീറ്റ്ലി അപമാനിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ഒരാൾ പുറത്തിറക്കിയിട്ടുണ്ട്. അത് എത്രത്തോളം ഫേക്കായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് എല്ലാവരും ഒന്ന് അറിയണമെന്ന് ഞാനും വിചാരിച്ചു. കാര്യം ഇനിയും ഇതുപോലത്തെ ആൾക്കാർ ഫേക്ക് സംഭവങ്ങളുമായിട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കൊള്ളാലോ. പ്രത്യേകിച്ച് കളിച്ച കാര്യമല്ലല്ലോ, മരുന്നിനെ കുറിച്ചുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആൾക്കാരിലെ അസുഖം മാറുക എന്നുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ സംഭവം ഒരു വിശ്വാസം എന്നുള്ളതാണ്. വാങ്ങിക്കഴിക്കുന്ന വിശ്വാസ്യതയാണ് അവരുടെ അസുഖത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം എടുത്തിട്ട് ഫേക്കായിട്ട് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇറക്കുമ്പോൾ ഇവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ ആദ്യം ഷെയർ ചെയ്യാം. മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് മാറി കൊടുത്ത് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു കുഞ്ഞിന് സംഭവിച്ചു. നമ്മളെ ഒരു പ്ലാൻ ചെയ്ത് നമ്മൾ തന്നെ എഴുതിയേക്കുക. ആദ്യത്തെ വൈറ്റ് പിന്നെ ഡോളോ, മൂന്നാമത്തെ എഴുതിയത് തിറപ്പാണ്. എന്ത് തിറപ്പാണ് നമ്മൾ കാണുന്ന പേര് എഴുതിയിട്ട് തിറപ്പ് എഴുതിയേക്കോ. എന്ത് തിറപ്പ് നമുക്ക് അറിയില്ല, നമ്മൾ എഴുതിയതാണ്. സാധനം നമ്മൾ മെഡിക്കൽ സ്റ്റോറിനോട് കൊണ്ടുപോകും. ഇതിന്റെ മരുന്ന് കിട്ടുമോ നോക്കാം. വൈറ്റ് സാറല്ലേ? അറിയില്ല. ലാസ്റ്റ് എഴുതിയ സിറപ്പിന് പകരമുള്ളതായിരിക്കും. ഇത് ട്രൈക്കോസിനുള്ളതാണ്. ഇത് അലർജി ടാബ്ലറ്റ് ആണ്. വർക്കിംഗ് അല്ലെങ്കിൽ 2 hours കഴിക്കാം. ക്ലാസ് മേടിച്ചോണ്ടല്ലോ. പിന്നെ വൈറ്റ് ഉണ്ടോ? വൈറ്റ് ഉണ്ട്. രണ്ടാമത്തെ ഡോളോ 650 ഉണ്ട്. പിന്നെ നമ്മളിലെ അറിയാത്ത പേര് എഴുതിയിട്ടുണ്ട്. നമ്മൾ കണ്ണി കണ്ട പേര് എഴുതി അവരുടെ തിരപ്പ് വന്നിട്ടുണ്ട്. എഴുതാത്ത 2 മരുന്ന്. ഇതൊക്കെ എന്തോന്നാണ് ഇത്? ഇതൊക്കെയാണ് മെഡിക്കൽ സ്റ്റോർ. കണ്ടോ, ആകെ എഴുതിയത് വൈറ്റ്സും ഡോളോയും. പിന്നെ നമ്മുടെ കണ്ണി കണ്ട പേര് തിരപ്പ് എഴുതി. വൈറ്റ് കാർഡ് ഡോളോ കാർഡ് തിരപ്പ് ഏതാ തിരപ്പാണെന്ന് അറിയത്തില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇട്ട് എഴുതിയതാണ്. സാധനം കിട്ടി. പിന്നെ അവിടെ ഈ ഇത് എന്തോ അറിയില്ല, ബില്ലില്ലാതെ. കാരണം എന്തെങ്കിലും തോന്നിയത് എഴുതി കൊണ്ട് ചെന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് തരും. ഇതൊക്കെയാണ് ആരോഗ്യ വകുപ്പ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഇത് എത്രത്തോളം ഫേക്ക് ആണെന്നുള്ളതിൻ്റെ ഫസ്റ്റ് തന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇദ്ദേഹം ഈ പറഞ്ഞു വിടുന്ന മെഡിസിൻ വാങ്ങാൻ പറഞ്ഞു വിടുന്ന വ്യക്തിയെ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ശരി, അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലേ. ഇതൊരു കള്ളത്തരം ആയതുകൊണ്ട് എന്തായാലും ഇതിന് പുറത്തൊരു പ്രോബ്ലം ആകേണ്ടത്. ഇനി ഇത് വലിയ ഒരു തെറ്റാണ്. ഇതുപോലെയാണ് മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നത്. ഇത് പിന്നെ ഹെൽത്ത് അറിയണം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ചെയ്ത അല്ലെങ്കിൽ ഇത് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത ഒരു ഫാർമസി എന്തുകൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല? ആ ഏത് ഫാർമസിയാണെന്ന് പേരോ കൊടുത്ത ആൾക്കാരെയോ എന്തുകൊണ്ട് പുറത്ത്? വലിയ തെറ്റല്ലേ ചെയ്തേക്കുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ കാണിക്കാമല്ലോ, ആ ഫാർമസി കാണിക്കാമല്ലോ. ചെയ്തിട്ടില്ല. ഇനി അതിലും വലിയൊരു വിരോധാഭാസം ഞാൻ പറയാം. ഒരു പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട്. അതിനകത്ത് എന്താണ് ആൻറ്റിസെപ്റ്റിക് വൈപ്സ്, ഡോളോ, പിന്നെ അവർ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു പേരാണ് സിറപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കാറിലിരുന്ന് എനിക്ക് തോന്നുന്നു വീഡിയോ ക്യാമറ പിടിക്കുകയാണ്. അപ്പോൾ ഗ്ലാസ് ഇട്ടേക്കുന്ന ഒരു ഫാർമസിക്കകത്താണ്. അപ്പോൾ വോയിസ് എത്രത്തോളം ഇങ്ങോട്ടേക്ക് വന്നു എന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇനി ചിലപ്പോൾ ആ കയറിയ ആൾ ഫോൺ ഓണാക്കി വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിലൂടെ റെക്കോർഡ് ചെയ്തതായിരിക്കാം ഈ വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കാണിച്ച ആ ഒരു പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു വെള്ള പേപ്പറിലെ ആ വെള്ള പേപ്പറിൽ അലർജിക്കുള്ളൊരു ടാബ്ലറ്റ് എഴുതി കണ്ടതേയില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല അതിനകത്ത്. പക്ഷേ ആ വോയിസിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത് അലർജിക്കുള്ള ടാബ്ലറ്റ് ആണ്. അപ്പോൾ കാണിച്ച ഒരു പേപ്പർ അല്ല ഒരിക്കലും അവിടെ ആ വോയിസിലൂടെ കേൾപ്പിക്കുന്നത് നമ്മളെ, ഒരിക്കലും അല്ല. സിറപ്പും അങ്ങനെയല്ല. പിന്നെ മാത്രമല്ല, ഈ വീഡിയോ ചെയ്ത എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, യഥാർത്ഥത്തിൽ ഉള്ള നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മരുന്നാണ് അവിടെ കാണിച്ചതെന്ന് പറഞ്ഞു, പകരം ഏതോ ഒരു സിറപ്പ് തന്നു എന്നും പറഞ്ഞു. ഇവിടെ യഥാർത്ഥത്തിൽ ഉള്ള മരുന്ന് പോലും മര്യാദയ്ക്ക് വായിക്കാൻ പറ്റാതെ ഇല്ല എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പുകളാണ് 95%. അപ്പോൾ പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയ ഒരു സിറപ്പിന് എങ്ങനെ സംഭവിക്കും? ഇങ്ങനെ തരും? ഇല്ല. ഇത് കരുതി കുരുട്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്, മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. അത് ഇതിനകത്ത് തെളിവ് സഹിതം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മാത്രമല്ല, നിങ്ങൾ വേറെ എന്തൊക്കെയോ എഴുതാത്ത സാധനങ്ങളും കൂടെ തന്നു എന്ന് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു. ആ എഴുതാത്ത സാധനം എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് ടസ്ക്യൂവിൻ്റെ കഫ് ലോസഞ്ചസ് ആണ്. തീർച്ചയായിട്ടും അതിനകത്ത് എഴുതാതെ അത് വെറുതെ ഒരു മെഡിക്കൽ ഷോപ്പുകാരും എടുത്ത് കൊടുക്കത്തില്ല. അത് ചോദിച്ച് മേടിച്ചതാണെന്നും ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ്, കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. ദയവ് ചെയ്ത് മെഡിക്കൽ ഷോപ്പുകളെയും ഇതുപോലെ എന്താ പറയുക ഫാർമസിസ്റ്റുകളെയും അപമാനിച്ചു കൊണ്ടുള്ള ഈ വീഡിയോ പുറത്തിറക്കി ഈ ആൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എത്രയോ ജനങ്ങൾ ഇതുപോലത്തെ ഫാർമസികളെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫാർമസികളെയും ഫാർമസിസ്റ്റുകളെയും വിശ്വസിച്ചു കൊണ്ടാണ് അവർ മരുന്ന് വാങ്ങിക്കഴിക്കുന്നത്. ആ വിശ്വാസത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഫേക്ക് വീഡിയോ ഉണ്ടാക്കി കാണിച്ച് വിശ്വാസം നശിപ്പിക്കുന്നത്. സോ ഇത് വളരെ മോശമാണ്, വളരെ 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 മോശമായിട്ടുള്ള കാര്യമാണ്. എന്നെപ്പോലെ ഒരു ഫാർമസിസ്റ്റ് ഇതിനെതിരെ പ്രതികരിക്കും. ഇതിൽ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയലി സോറി പറയുന്നു. ഇപ്പം തന്നെ പബ്ലിക്കായിട്ട് തന്നെ ഞാൻ സോറി പറയുന്നു. പക്ഷേ ഇതൊരു ഭയങ്കര വഞ്ചനയാണ്, മോശമാണ്.